2 ദിവസം മുന്നേ ഞാനൊരു പഴയ സാരി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രോക്ക് ഇങ്ങനെ തുന്നുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് തുന്നുന്ന സമയത്ത് എനിക്ക് കുറേ അധികം ബോർഡേഴ്സൊക്കെ ഇങ്ങനെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു കോംബോ ഡ്രസ്സ് ഉണ്ടാക്കാം, അതേ ഒരു പാറ്റേൺ വെച്ചിട്ട് എനിക്കൂടെ ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. മോളുടെ തുന്നുന്ന സമയത്ത് നെക്കിലും സ്ലീവിലും ഒക്കെ ഞാൻ ആ പല്ലു ബോർഡറിൽ വരുന്ന ബ്രൈറ്റ് ബോർഡറാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ ഇതിലെ ആ ഒരു ഡിം കളറായിട്ടുള്ള ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഒരു യോക്കായിട്ടാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു മെച്യൂർ ലുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നല്ലതാണ്. ഞാനൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് സെയിം ഡിസ്റ്റൻസ് ഇടവിട്ട് ഈ ഒരു ബോർഡർ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോർഡേഴ്സ് ഫുൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിൽ വരുന്ന എക്സ്ട്രാ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതിനെ 4ആയിട്ട് മുറിച്ചിട്ട് ഓരോ പീസും നമുക്ക് ആ ഒരു ഡയഗണൽ ഡിസൈൻ വരുന്ന വിധത്തിൽ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ഡയഗണലായിട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലെങ്ത്തും വിഡ്ത്തും ഒരേ അളവിലെടുക്കണം. ഞാനിപ്പം വിഡ്ത്ത് കുറച്ച് കുറവാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് എക്സ്ട്രാ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഈ ഡ്രസ്സിൻ്റെ ഫ്രണ്ട് ബോഡി ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 3 ഇഞ്ചസ് വിഡ്ത്തും 5 ഇഞ്ചസ് ലെങ്ത്തുമാണ് ഇവിടെ എടുക്കുന്നത്. ബോഡി പീസിനോടൊപ്പം തന്നെ നെക്ക് യോക്കും വെച്ചിട്ട് ഒന്നിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ നെക്ക് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. യോക്കിൻ്റെ റൈറ്റ് സൈഡും നെക്കിൻ്റെ ഇന്നർ സൈഡും ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിങ്ങനെ നെക്കിൻ്റെ എഡ്ജൊക്കെ ഒന്ന് സ്നിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പുറത്തേക്ക് മറിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ യോക്ക് പോർഷൻ നന്നായിട്ട് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ ഞാൻ പൈപ്പിംഗ് ഇട്ടിട്ട് ഫോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പൈപ്പിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോർമൽ ഫൂട്ട് മാറ്റിയിട്ട് സിബ്ബർ ഫൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ റെഡിമെയ്ഡ് പൈപ്പിംഗ് ലേസാണ് വെക്കുന്നത്. സപ്പോസ് റെഡിമെയ്ഡ് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് ചെയ്താലും മതിയാവും. ഇപ്പോൾ ഇങ്ങനത്തെ പാച്ച് വർക്ക് ഡിസൈനും പൈപ്പിങ്ങും ഒക്കെ കൊടുത്തിട്ട് അധികം കസവ് യൂസ് ചെയ്യാണ്ട് നമ്മൾ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഫെസ്റ്റിവൽ സീസൺ അല്ലാത്തപ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ നമുക്കത് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ഇൻവിസിബിൾ സിബ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ബാക്ക് പീസിലെ ഫസ്റ്റ് ലെയറിനോടൊപ്പം അറ്റാച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പലരും പല രീതിയിലാണല്ലോ സ്റ്റിച്ച് ചെയ്യാറുള്ളത്. അപ്പം ഇത് സ്റ്റിച്ചിങ് അറിയാമെന്നുള്ളവർക്ക് വേണ്ടിയിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇൻ കേസ് ആരെങ്കിലും സ്റ്റിച്ചിങ് തീരെ അറിയാത്തവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ചിങ് ക്ലാസ്സസിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കങ്ങനെ ചെയ്യാം. ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും സ്റ്റിച്ചിങ് പുറത്ത് കാണാത്ത വിധത്തിലാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇൻ്റർലോക്കിൻ്റെ ആവശ്യം ഉണ്ടാകാറില്ല. പിന്നെ കാണുന്നതിന് പ്രത്യേകിച്ചും ഒരു ഫിനിഷിങ് കൂടുതലുണ്ടായിരിക്കും. ഇനി നമുക്ക് സ്ലീവ്സാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. സ്ലീവ്സ് മുറിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ സ്കേർട്ടിൻ്റെ പോർഷനൊന്ന് മുറിച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പീസോട് കൂടി തന്നെ നമ്മുടെ സാരിയുടെ മുഴുവൻ പോർഷനും കഴിയും. സ്ലീവ്സിന് എനിക്ക് മെറ്റീരിയൽ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ധാവണി തുന്നിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കോംബോ ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് 2 സെറ്റും ഗ്യാതറിംഗ് ഉള്ളതാണെങ്കിൽ എപ്പോഴും തികയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 2നും ചെറിയ സ്ലീവ് കൊടുക്കേണ്ടി വരും. ഒരെണ്ണത്തിന് ഗ്യാതറിംഗ് വെച്ചിട്ട് ഒരെണ്ണം പ്ലെയിൻ ആയിട്ടൊക്കെ ചെയ്യേണ്ടി വരും. സ്ലീവിൻ്റെ നെക്കിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ചെറിയൊരു പൈപ്പിംഗാണ് കൊടുക്കുന്നത്. പൈപ്പിങ്ങിന് മുകളിലായിട്ട് ഇങ്ങനെ ഒരു റിബൺ പോലെ ഞാനൊന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവ്സ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മറ്റു ഡ്രസ്സിൽ ചെയ്തതുപോലെ തന്നെ നമുക്കിതിൻ്റെ സ്കേർട്ടിനും ഗ്യാതറിംഗ് ഇട്ട് കൊടുക്കാം. പിന്നെ ലൈനിങ് അംബ്രല്ല കട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി സ്കേർട്ട് ലൈനിങ് കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ ബാക്കിൽ കെട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് 2 വള്ളി ഇങ്ങനെ തുന്നി എടുത്തിട്ടുണ്ട്. ബോഡി പോർഷനിൽ സ്ലീവ്സ് മുതൽ വേസ്റ്റ് ബാൻഡ് വരെ നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ജോയിൻ ചെയ്ത കൂട്ടത്തിൽ തന്നെ ആ വള്ളിയും ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബോഡിയോടൊപ്പം സ്കേർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്ത് കസവൊന്നും കൊടുക്കുന്നില്ല. അതിന് പകരം 2.5 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കോംബോ ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.